എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തൊന്ന് സംസാരിക്കാനുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ക്യാം ഇട്ടോളാം. എനിക്ക് ക്യാം ഇട്ട് സംസാരിക്കാൻ വയ്യ. ചിലപ്പോൾ ഞാൻ ട്രിഗർ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് തുടങ്ങാം. എനിക്ക് 2026 തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവിൽ തുടങ്ങണം എന്നൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വരുന്ന ഒരു പെർഫെക്റ്റ് ഡേ നോക്കിയിട്ട് നല്ലൊരു രീതിയിൽ നല്ലൊരു സാധനം കൊണ്ടുവന്ന് നിങ്ങൾ ഇന്നലെ ഒരാളുടെ നമ്മുടെ വണ്ടി പണിത ആളുടെ എക്സ്പ്ലനേഷനും ഇതൊക്കെ കേട്ടില്ലേ? അപ്പൊ അതാണ് പ്രൊഫഷണലിസം. ശരിക്കും അതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അതും ഈ കരച്ചിലും പ്രൊഫഷണലിസവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. മനസ്സിലായ? അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ കുറച്ച് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് TVA വേഴ്സസ് TVA നടന്ന സംഭവം. അതായത് നമ്മുടെ അതിൽ ഒരു 14 മെമ്പേഴ്സ് ഇറങ്ങിയിടം തൊട്ട് ചില ആൾക്കാർക്ക് ലൈക്ക് നമ്മളെന്താ ചെയ്തേ, നമ്മളെന്താ പറഞ്ഞേ എന്നൊന്നും അറിയാതെ കോർണറായിട്ട് വൺ സൈഡ് പോയിട്ട് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുകയും, അല്ലെങ്കിൽ ബാക്കി അന്ന് തൊട്ട് നമ്മളെന്തോ ഒരു വലിയ ശത്രുതയെ പോലെ മറ്റേ ആൾക്കാർ മറ്റേ ഇതായതുപോലെ മാറി നിൽക്കുക, സംസാരിക്കുക എന്നുള്ളൊരു സ്കീം വന്നു തുടങ്ങി കേട്ടാ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാ. ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ബെല്ലാരി ബ്രദർഹുഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. അന്ന് ഈ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ഓഡിയൻസ് അടക്കം അങ്ങനെയൊന്നും പറയല്ലേ ബ്രോ, ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്യുന്നത് ഞാൻ ഈ ചാറ്റിലും കോൺട്രവേഴ്സി വെട്ടി ഇടുന്ന കുറച്ച് ആൾക്കാരുടെ കമന്റ് സെക്ഷനിലും ഞാനത് കണ്ടായിരുന്നു. അന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. അതായത് എന്താണ് കാര്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇത്. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് എൻ്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ആൾക്കാർ എനിക്ക് അന്ന് റിവീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. പക്ഷേ അത് ഡേ ബൈ ഡേ ഇതിങ്ങനെ കൂടി വന്ന് അതാ ലാസ്റ്റിൽ അവിടെ ഇത് തന്നെ കേട്ട് മടുത്ത ഒരാൾ ലാസ്റ്റ് നമുക്ക് കൊണ്ട് തന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും ഉള്ള ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തിനായിരിക്കും ഈ ഒരു ചർച്ച തുടങ്ങിയതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു കാര്യം കാണിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു വണ്ടി, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്ന ഒരു നല്ല വണ്ടി എന്ന് പറയണത് ഹൈനയും കാർനേജും. നമ്മൾ ആദ്യമായിട്ട് ഹൈന ഒരു രണ്ടാമത്തെ വണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഹൈന അല്ലെങ്കിൽ കാർനേജിൻ്റെ വെർഷൻ 2 കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം. മ്യൂസിക് ഉണ്ടല്ലോ, ഹൈന അല്ലെങ്കിൽ കാർനേജ് കൊണ്ടുവരിക എന്നുള്ളൊരു കാരണം അത്രയും ലുക്സ് ഉള്ള ഒരു വണ്ടിക്ക് അതിൻ്റെ ഒരു V2 കൊണ്ടുവരുമ്പം ആ V2 അതിനനുസരിച്ച് മാച്ച് ആവണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം നമ്മൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമാണ്, അത് ടോപ്പ് വണ്ടിയാണ്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, അത് ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ V2 കൊണ്ടുവരുമ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു സ്കീമായിരുന്നു. അതിൻ്റെ V2 അവർ പണിത് തന്നത്, അതായത് ബെല്ലാരിയിൽ നിന്ന് തന്നെ ബെല്ലാരിയിലെ സ്റ്റാലിന് സൈക്കന അവരെല്ലാവരും കൂടെ ചേർന്ന് പണിത വണ്ടിയാണ്. അതിൻ്റെ V2 എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ നിങ്ങൾ? മറ്റേ ഒരു രാജ്യത്തിലേക്ക് മറ്റേ ആൾക്കാരെ ഇടിച്ചു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് തട വെക്കൂലേ? നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ല അല്ലെങ്കിൽ ഗൈസ് അത്രയും ലുക്കുള്ളൊരു വണ്ടിയല്ലേ ഇത്? അവര് പണിത വണ്ടിയാ ഇത് ഹൈനയും കാർനേജും ഉണ്ടാക്കിയ സെയിം ആൾക്കാർ എനിക്ക് പണിത് തന്ന വണ്ടിയായത്. മനസ്സിലായേ? ഇതാണ് എനിക്ക് അവര് പണിത് തന്ന വണ്ടി. ഈ വണ്ടി എനിക്ക് കണ്ടപ്പം എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഞാൻ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്കിത് എങ്ങനെയാണ് ഇവരുടെ ഇവിടുത്തെ ബോക്സ് കൊളീഷനോ അങ്ങനെ എന്തോ പറയാം, അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഈ സെർവർ സൈഡിൽ നിന്ന് അറിയത്തുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, കണ്ട തന്തയില്ലാത്ത വാണങ്ങളെ പോലെ മറ്റേ 10 പേരെ കൂട്ടിയിരിക്കുമ്പോൾ മാത്രം കുര വരുന്നത് പോലെ ഞാൻ എൻ്റെ പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കുരപ്പിക്കത്തില്ല. കാരണം അവന്മാർക്ക് നട്ടലുള്ള ഒരു ലീഡറുണ്ട്, നിൻ്റെയൊക്കെ പോലല്ല. മനസ്സിലായ? അവർ സംസാരിച്ചോളൂ. ഞാൻ പറയാം ഗൈസ്, TVയിലെ പിള്ളേർ ഇറങ്ങിയതിന് ശേഷം ഇന്നേ വരെ ഇവരെ ഡയോസിനെ ആയിക്കോട്ടെ, ബെല്ലാരി ആയിക്കോട്ടെ, അന്തേരി ആയിക്കോട്ടെ, അവരെ ഒന്നും അപരാധിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈവ് ഇട്ടിട്ടില്ല, എങ്ങും പോയിരുന്നു പറഞ്ഞിട്ടില്ല. അവന്മാരുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോകുന്നു. ഇന്ന് ഡ്രീമർ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഡ്രീമറിന് സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഡ്രീമർ അങ്ങനെ എൻ്റെ പോലെ ചാടി കയറി ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളല്ല ഡ്രീമർ. പക്ഷെ ഡ്രീമർ ഇന്ന് ഇത് അറിഞ്ഞപ്പോൾ ഡ്രീമർ എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞേ, എടാ ഞാൻ സ്റ്റോറി ഇടാൻ പോവാ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു ബെല്ലാരി ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടത്. മനസ്സിലായോ? അപ്പം ഇവര് ഇങ്ങനൊരു സാധനം ഈ പറയണത് പോലെ
വന്നപ്പോൾ ഡ്രീമറും എല്ലാവരും ഇവരുടെ അടുത്ത് ചോദിച്ചു എന്താണ് കാര്യം, അല്ലെങ്കിൽ എന്താ ഇതെന്നുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇവന്മാർക്കൊന്നും പറയാൻ റിപ്ലൈ ഇല്ല. പറയാൻ ഇവന്മാർക്ക് എന്താ, ഞാനത് കുറേ ആൾക്കാരെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്താ കാര്യം, ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഇതിനവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ഇതിൽ വേണം, മനസ്സിലായ. ഇതായിരുന്നു തുടക്കം ഗൈസ്, ഇതാണ് തുടക്കം. അപ്പം എനിക്ക് ഈ വണ്ടി ശരിക്കും നമ്മൾ കുറച്ച് പേരെ കാണിച്ചപ്പോൾ ചെയ്തിട്ടില്ല. ഇത് ഹൈനേം, ഇത് കാർണേജും. ഇതാണ് കാർണേജ്, ഇത് ഹൈനേം, ഇത് കാർണേജും. ഇത് രണ്ടുമായിരുന്നു V2. അപ്പം ഒബ്വിയസ്ലി ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ ഫാനാണ്. ഞാൻ നമ്മുടെ ഫസ്റ്റ് മോഡലിൻ്റെ ഫാനാണ്. എനിക്ക് ഇതൊന്നും എനിക്ക് പെട്ടെന്ന് ഇത് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അന്നേരം ഈ സെയിം സമയത്ത് ഇത് വണ്ടി പണിയണ സമയത്ത് ഇവർ അമ്പത്തൂരും ഇവരെല്ലാം ആയിട്ട് അടിയായി, ആകെ നാശമായി, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയായി. ഈ ഗെയിമിൽ നിന്നൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതിരുന്നപ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഇതാക്കിയിട്ട് ഇവർ ചെയ്യട്ടെ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഞാൻ നിങ്ങളെ ഈ കോൺട്രവേഴ്സി പറയുന്നതിന് മുമ്പ് എൻ്റെ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുക. ഇതായിരുന്നു സംഭവം. പക്ഷേ ഈ ഒരു സെയിം സാധനം നടക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നമ്മൾ ഹൈനേം കാർണേജും പണിത സമയത്തേടാ നമ്മൾ കുറച്ച് പേയ്മെൻറ്റ് കുറച്ച് ഡിലേ ആയിട്ട് അവന്മാർക്ക് കൊടുത്തത്. ലൈക്ക് എല്ലാവരും പിരിവിട്ട് പൈസയ്ക്ക് ആ സമയത്ത് കൊടുത്തത്. ആ സമയത്ത് കുറച്ച് എനിക്ക് മറ്റേ ടാക്സിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നിരുന്ന സമയത്ത് ഞാൻ ഫൈനാൻഷ്യലി കുറച്ച് ഡൗൺ ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ട് കൊടുത്തത്. അതുകൊണ്ട് ഈ വണ്ടി പണിയുമ്പോൾ അങ്ങനെ ഒരു സംഭവം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ഇവന്മാർക്ക് എടാ ഞാൻ 5000 രൂപ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വട്ടത്തെ പേയ്മെന്റ് അത്രയും ഡിലേ ഒക്കെ ആയി, ആകെ ഷോക്കായിട്ടാണ്. അപ്പോൾ ഈ വട്ടം എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഷോകം ഡീലായി, ആ അറ്റ്മോസ്ഫിയർ നീ വർക്ക് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ ഇട്ടതാണ്. അത് നീ അങ്ങനെ വേറെ ബാഡായിട്ട് എടുക്കണ്ട. നീ കഴിഞ്ഞ വട്ടം ചെയ്തു തന്നെ എനിക്ക് ചെയ്തു തരാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ആക്കി തരണേ. ഞാൻ വേറെ ഒന്നും കൊണ്ട് പ്രഷറൈസ് ചെയ്യുന്നതല്ല. നമുക്ക് സിറ്റിയിലെ സിറ്റുവേഷൻ എടുക്കാൻ ഒരു വണ്ടി ഇല്ല. MG3 സിറ്റുവേഷൻ നമുക്ക് വണ്ടി ഇല്ലാതെ കളിക്കേണ്ട ഒരു ലക്ക് വന്നതിന്റെ പുറത്ത് മാത്രം ജയിച്ച വാറാണ് അത്. വണ്ടി ഭയങ്കര ദയനീയ അവസ്ഥയാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് നീ നിനക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് സ്പീഡപ്പ് ആക്കി തരണം കേട്ടോ. നിങ്ങളോടൊക്കെ ഞങ്ങൾ എപ്പോഴും വണ്ടി ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് സൺഡേ 3 ഓഗസ്റ്റിന് ഞാനിത് എൻ്റെ പേയ്മെൻറ്റും അഡ്വാൻസ് പേയ്മെൻറ്റും ക്ലിയർ ചെയ്ത് ഞങ്ങൾക്ക് ഈ വണ്ടി കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ച് ഞങ്ങൾ ഈ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ഇവരെല്ലാം ടി വിയിൽ നിന്ന് ഇറങ്ങുന്നു. ഈ ടി വിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബെല്ലാരി അന്തേരി എന്ന് പറയണ രണ്ട് ഗ്യാങ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഫാമിലി, ഞാൻ ഇന്നേ വരെ ഇവരെ ഇറസ്പെക്റ്റീവായിട്ട് ഓഫ്ലൈനിലും സംസാരിച്ചിട്ടില്ല, ഓൺലൈനിലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ സംസാരിച്ചതിന് ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ ഗൈസ്? ഞാൻ ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്തോ ആയിക്കോട്ടെ, ഈ വണ്ടി എനിക്ക് ഇഷ്ടം. ഇത് ഞാൻ കാശ് കൊടുത്ത് പണിയിച്ചതാണ്. ഈ വണ്ടി ഇതിനുണ്ടാക്കിയ രണ്ടവന്മാർ ഒരു ഗ്യാങ്ങിന് വിറ്റ്. കണ്ടു നോക്ക്, നമ്മളോട് പെർമിഷൻ പോലും ചോദിക്കാതെ ഈ വണ്ടി ഇവർ വിറ്റ്. ഇത് വിറ്റിട്ട് ഏകദേശം ഇതെന്നായിരുന്നു, ഡിസംബർ 27-നോ 26-നോ ആയിരുന്നു ബെല്ലാരിയിലുള്ള ചേട്ടന്മാർ ഈ വണ്ടി വിറ്റത്. ഈ വണ്ടി വിറ്റ് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയുവാണ്, ഞങ്ങൾ അന്ന് വേണ്ടാന്ന് പറഞ്ഞല്ലേ, പിന്നെന്തിനാ ഇതാക്കിയെന്ന് ഗൈസ്. എന്നിട്ട് പുള്ളിയോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ പുതിയ ന്യായം കേട്ടാ, ഇത് ഹൈന അല്ലെന്ന്. ഇത് നോക്കിക്കോണേ, ഇതിൻ്റെ ഫ്രണ്ട് കണ്ടാ, ഇത് ഹൈന അല്ല, ഇത് മൈന അന്നാണ് അവൻ്റെ പുതിയ വാദം. ഇതിൽ നിന്ന് സ്റ്റിക്കർ ഊരിയങ്ങ് കളഞ്ഞ് കേട്ടാ. ഇതിൽ നിന്ന് ടി വിയുടെ സ്റ്റിക്കറും ഒഫീഷ്യൽ ടി വി എന്നുള്ളതും അടിച്ചിട്ട് ഓറഞ്ച് അലോയ് വെച്ച് കൊടുത്ത്, എന്നിട്ട് പുതിയ ഗ്യാങ്ങിന് കൊടുത്ത്. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രശ്നം. ഇത് ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞതാ. ഇത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിനെപ്പറ്റി ലൈവിലൊന്നും സംസാരിക്കണമെന്നൊന്നും ഒരിക്കലും വിചാരിച്ച ഒരാളല്ല. എനിക്ക് സംസാരിക്കാനോ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി 2026 നല്ലൊരു ഇതിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. ഇത്രയും ഇതാക്കി ഇവരിത് സെയിൽ ചെയ്യണമെന്നത് നിങ്ങൾക്ക് ഇത് അവർക്ക് ക്രിയേറ്റേഴ്സിനോട് തന്നെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർ സെയിലാക്കുന്നത് 27-ാം തീയതി ഡിസംബറിലാണ്. എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ അന്നേ വന്ന് എനിക്ക് പറയാമായിരുന്നു. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും എല്ലാം എൻ്റെ ഉണ്ട്, വേണമെങ്കിൽ അതിന് ഞാൻ എടുത്ത് കാണിക്കാൻ റെഡിയാണ്. ഈ സ്ക്രീൻഷോട്ടിൻ്റെ ഡേറ്റും ഇതെല്ലാം ഇത് പക്ഷേ യെസ്റ്റർഡേ കാണിക്കുന്നത് ഇതല്ല, ഇന്നലത്തെ അല്ല. ഇത് കറക്റ്റ് ഡിസംബർ 27-ാം തീയതി. അത് അവർക്കും അറിയാം. ഇതിൻ്റെ കൗണ്ടർ അവന്മാർ പറയാൻ വന്നാലല്ല അത് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ഡിസംബർ 27-ാം തീയതിയാണ് ഇവർ വണ്ടി വയ്ക്കുന്നത്. വിറ്റെല്ലാം ഇതാക്കി ഞാൻ പറയാം, കൊടുക്കാനുള്ളവന്മാർക്കൊക്കെ ഞാൻ ഓഫ്ലൈനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവന്മാരെ പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, മനസ്സിലായോ? ഓഫ്ലൈനിൽ ഈ വണ്ടി വിറ്റവൻ ഇന്ന് എൻ്റെ അടുത്ത് വന്നൊന്ന് ന്യായീകരിച്ചായിരുന്നു. കൊടുക്കാനുള്ള തെറിയെല്ലാം ഞാൻ അവന് പറഞ്ഞു കൊടുത്തു വിട്ടിട്ടുണ്ട്.
അവന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ന്യായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ലേ, വേണ്ടാന്ന് പറഞ്ഞാണെങ്കിൽ ബ്രോ ആ പ്രോജക്റ്റിൻ്റെ ഫണ്ട് അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു, ഞങ്ങളുടെ ടിവിയുടെ മാനേജ്മെൻറ്റിന് അത് റീഫണ്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇത് വിൽക്കാൻ. ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ചു ഗൈസ്. ഞാൻ മാരുതിയിൽ നിന്നൊരു അവർ പറയുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ് ഞാൻ മാരുതിയിൽ നിന്നൊരു വണ്ടി മേടിച്ച് എൻ്റെ വീടിന് മുറ്റത്ത് കൊണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു BMW മേടിച്ചു. ഞാൻ BMW ആണ് കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ മാരുതിയുടെ ഷോറൂമിൽ നിന്ന് നേരെ വന്നിട്ട് നിങ്ങൾ ആ വണ്ടി ഉപയോഗിക്കുന്നില്ലല്ലോ, ഞാൻ ഇത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോവോ? ചെപ്പ അടിച്ച് പൊട്ടിച്ച് വെട്ടിക്കേണ്ട കുണമാണ് നിന്റെയൊക്കെ, മനസ്സിലായ? അതിനകത്ത് നീക്കിയിരുന്ന് ന്യായീകരിക്കുന്നത് ഗൈസ്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഗൈസ്, എന്തോരം സിറ്റുവേഷനിൽ ഇന്നലെ പോലും ബെല്ലാരിയുടെ ലെഗസിയും ബെല്ലാരിയുടെ കാര്യങ്ങളും എല്ലാം ഞാനിരുന്ന് നിങ്ങളോട് അത്രയും കാര്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പേടിയാണ് സത്യം. ഞാനൊരു ഡാർക്ക് ട്രൂത്ത് പറയണം കേട്ടോ. എനിക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ പേടിയായി തുടങ്ങി ഈ ഗെയിമിൽ. ഞാനിത് തമാശയായിട്ട് പറയണമല്ല, എനിക്കിത് ആൾക്കാരെ വിശ്വസിക്കാനുള്ള പേടിയായി തുടങ്ങിയടാ. ഇത്രയും നാൾ കൂടെ ഒരു ഫാമിലി ആയിട്ട് നിന്നിട്ട് ഇവന്മാർക്കെതിരെ എന്ത് ദ്രോഹമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ട് ഇനി ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇന്നലെ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ബെല്ലാരിയും അന്തേരിയും ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ? ഇതിലൊരു ADR സേതു മാസം എഴുതിയേക്കുന്നത് മറ്റേ സേതു അല്ല കേട്ടോ, മാസിലെ സേതു അല്ല, ഇത് അന്തേരിയിലെ സേതു ആണ്. ഇതല്ല, ഇത് ഈ ക്ലിപ്പ് അല്ല, ഇവിടെ ഇതുമല്ല. കേട്ടോണേ. അന്തേരി എല്ലാരും ഇരുന്ന് എൻജോയ് ചെയ്യുക. അപ്പാപ്പനെ പ്രായത്തിന്റെ ഓരോ നമ്മളൊക്കെ എന്തോടാ വിചാരിക്കണം, നമ്മളൊക്കെ വിചാരിക്കണെന്ന് പറഞ്ഞാൽ അല്ല. ഇതോടെ കേക്ക് അല്ലെ സെക്ക ഇതുണ്ടല്ലോടാ, ഈ വണ്ടി ഇറങ്ങുമ്പോ നിന്റെ വണ്ടി കൊള്ളാന്ന് പറയാം, അടുത്ത വണ്ടി ഇറങ്ങുമ്പോ ആ വണ്ടി കൊള്ളാന്ന് പറയാം. മനസ്സിലായി? ഇങ്ങനെ തന്നെ ആദ്യം തൊട്ട് വന്നാ പേടിക്കണ്ട. ഒരു കുരുവിന്റെ പോലത്തെ സ്റ്റാൻസ് അല്ലേ ഈകളിന്? ഒരു ആണോടാ വില്ലി? നിനക്കുള്ളത് ഞാൻ കുറച്ചുകൂടെ കഴിയട്ടെ. അത് സത്യം പറഞ്ഞ വില്ലിക്കും ജാൻമണിക്കും ഒരേ സ്റ്റാൻഡേർഡ് കേട്ടോ? അടുത്തത് അതോടെ വണ്ടി പോയേ പെട്രോൾ ഇതാണ് ഹൈനയുടെ ഇഷ്യൂ. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് നമ്മൾ പുതിയ വണ്ടി മയില് വണ്ടി അല്ലടാ പുതിയ വണ്ടിട്ട് പാട്ട് ഓഫ് ആക്കിയില്ല ഇതുവരെ. അടുത്തത് കേട്ടോണേ എന്തോന്ന്. മുട്ട വെച്ചിട്ടാണേലും വണ്ടി എന്തൊരു ആ പാട്ട് ഞാൻ ഓഫ് ആക്കാന് അവന്റെ അച്ഛൻ പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഓഫ് ആക്കാത്തതിന് അവന് ഭയങ്കര ഫ്രസ്ട്രേഷൻ. അത് ഓഫ് ആക്കാത്ത ഒന്നുകൂടെ കേട്ടോ. അല്ലടാ പുതിയ വണ്ടിട്ട് മുട്ട വെച്ചിട്ടാണേലും വണ്ടി അതോടെ സുഗുണനല്ലേ അത്? അതെ സുഗുണൻ. ഇത് കണ്ടോണേ, ഇതൂടെ കണ്ടോ? ബെല്ലാരിയുടെ അന്തേരി ഒക്കെ തനിക്കൊണോടെ നിങ്ങൾ കണ്ടിട്ട് വെച്ചോ. ഇന്നലെ നമ്മള് ചുമ്മാ ബാക്ക്ഗ്രൗണ്ട് BGM വിട്ട് വെറുതെ ഇങ്ങനെ നടന്നില്ലേ ഫ്രണ്ടിലോട്ട്. നടന്നപ്പം ഫ്രണ്ടിൽ നിന്ന് ഇവനിങ്ങനെ അടിച്ചല്ലോ ബോബോയ്. ഇത് കേട്ടോണേ. അതില് പോയി ഇവിടെ നമ്മക്ക് നോക്കിട്ടാ അതില് പോയി അതെ എന്തൊരു സന്തോഷം ഗൈസ്. ഇത്ര നാള് 5 വർഷം നമ്മള് ഇതാക്കിക്കൊണ്ട് വന്ന ഒരു ഗ്യാങ്. നിങ്ങൾ തമാശ അപ്പാർട്ട് ഫ്രം ദ ജോക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി.
ഒരുത്തനും എടാ ഇതിനകത്ത് ഇരിക്കണ ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഒന്ന്, എത്ര പേര് ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾ നോക്കുക നിങ്ങൾ. ADR അരോമ, അശ്വിൻ ഒപ്പി, കോസ്മിക് ട്രബിൾ, ADR തക്കുടു, ADR ടോം, ബെല്ലാരി സേക്കൻ, ബെല്ലാരി ട്രൈസോ. കാണാൻ പറ്റില്ലടാ, ബാക്ക് കാണാൻ പറ്റില്ല. എടാ ലൈവ് ഇത് ഒരു വട്ടമല്ല, മൾട്ടിപ്പിൾ ടൈംസ് ഇതിനകത്തു നിന്നുണ്ടായത് കൊണ്ടാണ് ഇവൻ ഈ വീഡിയോ എടുത്ത് നമുക്കിത് അയച്ചു തന്നത്. മനസ്സിലായ? മൾട്ടിപ്പിൾ ടൈംസ് ഇത് ഉണ്ടായതുകൊണ്ട് ഇത് അക്സെപ്റ്റബിൾ അല്ലാതെ വന്നപ്പോഴാണ് ഇവൻ എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. എടാ ഇതിനു വേണ്ടി ഞാൻ എന്താ ചെയ്തേ? എനിക്ക് ജസ്റ്റ് അറിയണം. ആൻഡ് ഇതിൽ ഏറ്റവും മെയിൻ പ്രശ്നമുള്ളത് കേൾക്കണേ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് ഈ ഓഡിയോ ഒന്ന് കേട്ടോ. ഇതിനകത്ത് മെയിൻ പ്രശ്നമുള്ളവന്മാരെ മെയിനായിട്ട് പറയുന്നത് നൂനു, ഒബീറ്റോ, പിന്നെ ലക്കി, സെക്കൻ, പിന്നെ വില്ലി, അങ്ങനത്തെ കുറച്ച്. വില്ലിക്കൊക്കെ എന്തൊരു കടിയാളാ, അവൻ എന്ത് ചെയ്തു ബ്രോ, അവൻ എന്തൊരു ഹെയ്റ്റാളാ. അവൻ നാളെ ഉറപ്പായിട്ടും കൊട്ടയെന്ന് വിളിച്ചവൻ അടിക്കും, ഉറപ്പാണ്. എനിക്കങ്ങനെ തോന്നുന്നത്. വില്ലിക്കാണ് കടി കൂടുതൽ. നിന്റെ അച്ഛനെ പിടിച്ച് ഞാൻ കടിച്ചോടാ പോനെ. നീ ഇത്ര അങ്ങ് ഉണ്ടാക്കാൻ നിന്റെ ആ സെക്കൻഡ് എന്ന് പറയണ പഞ്ചവർ എന്നിട്ട് നല്ല മേടിച്ചിട്ട് പോയല്ലോ. എൻ്റെ അവന്റെ വായിക്കാത്ത നാക്കില്ലായിരുന്നു എൻ്റെ VC വന്നപ്പം. നിന്നെ പോലത്തെ ചാവാലിപ്പട്ടികൾ 10 പേരുണ്ടെങ്കിൽ അവന് കുരയ്ക്കാൻ അറിയത്തുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയണില്ലടാ, ഞാൻ ഇത്രേ ഞാൻ പറയണുള്ളൂ. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയണില്ല നിന്നോടൊക്കെ. ഇതിൽ കൂടുതലൊക്കെ നിന്നോട് പറഞ്ഞാൽ ശരിയാവത്തില്ല. നീ എന്നൊക്കെ തമ്മിൽ ഭയങ്കര വ്യത്യാസമായി പോകും, മനസ്സിലായോ? എടാ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് സത്യമായിട്ട്, സീരിയസ് ആയിട്ട്. എനിക്ക് ആരോട് സംസാരിക്കണം, ആരോട് നല്ല രീതിയിൽ നിൽക്കണം എന്ന് എനിക്ക് അറിയാൻ പാടില്ലടാ. ഇപ്പോൾ എനിക്ക് ആരോട് സംസാരിക്കണം, ഞാൻ ഇവരോട് ഞാൻ ഇപ്പോഴും ചോദിക്കും, ഞാൻ എന്ത് ഉപദ്രവമാണ് ഞാൻ ചെയ്തത്? എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ അന്നും ഇന്നും ഇവർക്കൊരു എന്തെങ്കിലും ഒരു ഇത് വന്നാൽ ഞാൻ ഇവരെ പ്രൈസ് ചെയ്തും ഇവരെ ഡൗൺ ടൈം വന്നാൽ ഞാൻ അവിടുത്തെ ഓക്കെ ആണെന്നും എല്ലാം ലൈവിൽ പറഞ്ഞ് ഇവരുടെ എല്ലാ സിറ്റുവേഷൻസിൽ നിന്ന് ഞാൻ ഇന്നേ വരെ അണ്ണം കളിക്കാനൊന്നും ഞാൻ ബെല്ലാരിക്കാരുടെ അടുത്ത് പോയിട്ടില്ല. ഞാൻ ആകെ ഇവരുമായിട്ട് ഇന്ററാക്റ്റീവ് ആയിരുന്ന സമയം എന്ന് പറഞ്ഞാൽ മറ്റേ ഇതൊക്കെ ഉള്ള സമയത്താ, പ്രാക്ടീസ് TV വേഴ്സസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഇതിലും ബെറ്റർ കൊമ്പാഷൻ ആണ്. എടാ അവരൊക്കെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്യാങ് അല്ലേടാ. അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ അതേപോലെ തന്നെ നിൽക്കുന്നു. ഇത് ബ്രദർഹുഡ് എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടേ ഈ പട്ടികളെല്ലാം ഒരുമിച്ചിരുന്ന് ഇങ്ങനെ എന്നെ ഊമ്പിച്ച് കളഞ്ഞല്ലോടാ ഇത്രയും നാള്. എനിക്ക് വിഷമമുണ്ട്, നല്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുക. ഒരു വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ ഗൈസ്, അതും പിന്നെ ഓക്കെയാണ്. എൻ്റെ അടുത്ത് രായനും ഇവരെല്ലാം വന്ന് സംസാരിച്ചായിരുന്നു. അവരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ ബാക്കിയൊക്കെ അവരുടെ. എനിക്കിത് കൂടുതൽ ഡീപ്പ് റിസർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യം എനിക്കില്ല. അതിനകത്തുനിന്ന് ഇവിടെ വന്ന മെമ്പേഴ്സിൽ കുറേ പേര് ആൾക്കാരും എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കതൊന്നും ഇതിനകത്തിരുന്ന് വിളിച്ച് പറയണ്ട. പക്ഷെ ബട്ട് സ്റ്റിൽ ഇത് ഒട്ടും അക്സെപ്റ്റബിൾ അല്ല എല്ലാത്തിനും. കാരണം ഈ വണ്ടി ഇതാക്കിയത് അമ്പത്തൂരിനോടുള്ള ദേഷ്യമാണെന്നാണ് പറയുന്നത്. അമ്പത്തൂരിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഇവന്മാർ ഇത്ര നാൾ അണ്ണാന്ന് വിളിച്ച് എന്നെ അവരാധിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്പത്തൂർ ഇവരൊക്കെ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെയാണോ അവർ? നിന്നെയൊക്കെ എടാ ഞാൻ നിന്റെ അടുത്തൊക്കെ നിന്നെയൊക്കെ എന്തെങ്കിലും ലൈവിൽ പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട്? വില്ലിയോ സുഗുണനെയോ എന്തെങ്കിലുമൊക്കെ? ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ ഗെയിമിന്റെ സന്തോഷമൊക്കെ പോയി തുടങ്ങി. നമ്മൾ മാത്രം നിന്നാൽ പോരല്ലോ, ഇതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഇതായി വരണം. ഇതിന്റെ സന്തോഷവും ഇതെല്ലാം പോയി തുടങ്ങി. അത് ഞാൻ എന്തായാലും പറയും. അല്ലടാ, ഇത് ലീവ് ചെയ്യുന്ന കാര്യത്തെ പറ്റി അല്ലടാ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ജസ്റ്റ് പറയണ കാര്യം ഒന്ന് മനസ്സിലാക്കി. നമ്മൾ ഈ ചിരിച്ചുകൊണ്ട് പൊട്ടനെ പോലെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കണ ആൾക്കാരുടെ ഉള്ളിലിരിപ്പും മൈൻഡ് സെറ്റും ഇതാണ്, മനസ്സിലായി? ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഇല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറച്ച് പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് കവറപ്പ് ചെയ്യാൻ അണ്ണാന്ന് വിളിച്ച് നിൽക്കും. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് വേറൊന്നുമില്ല. ഇതാണ് അവരുടെ എല്ലാം. ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമാണ് ഗൈസ്, ആരുടെയെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അല്ല ഇവർ എൻ്റെ VC എന്ന് പോയി
ഇവരെ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ VC എന്നോട് ഒന്നും പറയാതെ അന്തേരി എന്ന് പറയണതും ബെല്ലാരി എന്ന് പറയുന്ന ഗ്യാങ്ങും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. എന്നോട് ചോദിച്ചിട്ടില്ല എന്താ അണ്ണ TV എന്ന് അവരെല്ലാം ഇറങ്ങാനുള്ള കാരണം എന്താ, അല്ലെങ്കിൽ എന്താ ഈഗിൾ ബ്രോ പ്രശ്നം എന്താന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. നേരെ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒന്നും കേൾക്കാതെ നേരെ അപ്പുറത്ത് ഒരു ദിവസം പോയി ഇരുന്ന് ഈ ബാക്ക് സ്റ്റാബിന്റെ ഇൻഫ്ലുവൻസ് എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. ഇതിപ്പോ കുറേ ആയി. വയ്യ ബെല്ലാരി എവിൽ റിക്രൂട്ട് ഇൻ TV എന്നോ. എടാ ബെല്ലാരിൽ എത്ര പ്ലേയേഴ്സ് TVയിൽ കളിക്കുന്നുണ്ടാ? അല്ല ഇതിന് ശേഷം ഈ പ്രശ്നം പറയാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തിന് ശേഷം ആരെങ്കിലും അവരാധിക്കാൻ TVയിലെ പിള്ളേർ വന്നിട്ടുണ്ടോ? ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അതിനുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് പോയി സംസാരിച്ചാൽ ഇതാവും അതാവും എന്നുള്ള ഇത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈഗിൾ ശരിക്കും ഇത്ര ഇന്നസെന്റ് ആണോ ബ്രോ? ഇതൊക്കെ ഉറപ്പല്ലേ? ബ്രോയ്ക്ക് ഇത്ര ഏജ് ആയല്ലേ? ഇതൊക്കെ അറിയാൻ മേലേ? എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ. ചന്ദ്രൻ മാത്രം ബ്രോയെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. ചന്ദ്രൻ മാത്രം വിശ്വസിക്കുക. ഈസ് എ ജെം. ബ്രോ ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ചന്ദ്രനെ മാത്രം വിശ്വസിക്കാമെന്ന്? ആ വിശ്വാസമാണ് ഈ പോയ ആൾക്കാരിലും ഇവിടെ എല്ലാവർക്കും എനിക്കുണ്ടായിരുന്നത്. മനസ്സിലായോ? അത് ബ്രോയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഞാൻ ഇന്നസെന്റ് ഒന്നും അല്ല, അത്രയ്ക്ക് ഇന്നസെന്റ് ഇതൊന്നും അല്ല. എനിക്കറിയാം ലൈക്ക് ആൾക്കാര് കുറച്ച് പേരൊക്കെ നമ്മളോട് ഞാൻ പ്രതീക്ഷിച്ച കുറച്ച് ആൾക്കാരുണ്ട്. മനസ്സിലായ? ആ ഒരു സംഭവമാണ് പെട്ടെന്ന് ഇതിനകത്തുനിന്ന് ഇതായി പോയത്. വില്ലി എക്സ്പെക്റ്റഡ് ദ സ്ലോട്ട് ഫ്രം TVA. അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ഫ്രസ്ട്രേഷൻ ആവും. ലോലൻ ആൻഡ് ഏബിളൊക്കെ വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ടില്ല. എക്സ്പെക്റ്റഡ് ബ്രോ. എൻ്റെ പൊന്നു ബ്രോ, ഇത് ഇപ്പോഴെങ്കിലും തുടങ്ങിയതല്ല ബ്രോ. ഈ വില്ലി സ്ലോട്ടും അതൊന്നും അല്ല. ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. TVA ഒരു സമയത്ത് ഡൗൺ ആയിരുന്ന സമയത്ത് ഞാൻ എടുത്ത ഒരു തീരുമാനമാണ്. ബെല്ലാരിക്കകത്തുനിന്ന് ബെല്ലാരി ഇപ്പോൾ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു മാസ് റിക്രൂട്ട്മെന്റ് എടുത്ത് ആ ഗ്യാങ്ങിനെ നശിപ്പിക്കണ്ട എന്ന് ഞാനായിട്ട് രായനോട് പറഞ്ഞൊരു കാര്യമാണ്. ആ സമയത്ത് ചില കാര്യങ്ങൾ ലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ഓരോ കാര്യത്തിനും. ഇത് ഈ ഗെയിമിന്റെ ഡാർക്കർ സൈഡാണ് ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഇത് മെന്റലി അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്കിത് അത്രയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് വേറെ അവിടുത്തെ ഗ്യാങ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കൊന്നും ലൈക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ വേറെ അവിടെ നിന്ന് എന്നെ അന്വേഷിക്കാനും എൻക്വയറി ചെയ്യാനൊന്നും വയ്യായിരുന്നു.